ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഇടതു ഭാഗത്തെ ആൾ പോയി, വലതു ഭാഗത്തെ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ചിക്കുവിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി അല്ലേക്കോ, ഒരു 4-5 ദിവസം, 3 ആഴ്ചത്തോളം ആയിട്ടുണ്ട്. 2 ആഴ്ച. അതായത് 2 ആഴ്ചയായി. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. അയ്യോ, ഇരിക്കണ ഇരുവ് കണ്ടില്ലേ? ഇതാ ഈ ഒരു ഭാഗം കണ്ടോ, അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോരല് തുടങ്ങി. പൊളിഞ്ഞു പോരല് തുടങ്ങി. ഇമ്മാന്റെ തലയിൽ മുണ്ടില്ല. മുണ്ടിപ്പോ വരുവോ? ഞാൻ ഇമ്മാന്റെ തലയിൽ മുണ്ടിട്ട് എടുത്തിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് ബ്ലോഗിലേക്ക് കൊണ്ടുവരാം. ചിക്കു, താങ്കൾക്ക് എന്തൊക്കെയാണ് താങ്കളുടെ ഓപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാതെ, ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് എടുക്കാൻ പറ്റതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചെക്കന് ഒരു വേദന ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ ദിവസം? ഒന്നുമില്ല, തലേന്ന് പോയി അഡ്മിറ്റ് ആവുന്നു. ഇപ്പൊ എടുത്തോ, ഫോൺ എടുത്തോ. പോരാ, അന്നെ ക്യാമറ കാണിച്ചൂല, അത്ര പോരാ. ഇനി മോളാണ് സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഉറങ്ങി നീച്ച് വരികയാണ്. പക്ഷെ ഇപ്പൊ സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി. അപ്പൊ ഈ പറഞ്ഞ മാതിരി പറഞ്ഞോ എന്തൊക്കെയാണ്, അതായത് നമ്മൾ അതിലേക്കാണ്. താങ്കൾ നിങ്ങൾ കണ്ടു അറിയില്ല, അവിടെ ഒരു നായിന്റെ തലയില് ഈ പറഞ്ഞ പോലെ ഒരു ഡബ്ബ കുടുങ്ങിയത്. പറ എന്റെ അനസ്തേഷ്യ ഇത് കീറിയതല്ലത്, കീറി മുറിച്ച് അതിന്റെ എല്ലിൽ ആ ഡോക്ടർ എന്തൊക്കെ പണിഞ്ഞ് ഒരു കലാരൂപം പോലെ അവിടെ പണിഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുത്തിവെച്ചു. നീ 10-ാം തീയതി, നീ 10 അല്ല 11-ാം തീയതി അല്ലേ, നീ 11-ാം തീയതി പോയി ഈ ഒരു സാധനം എടുത്ത് മാറ്റണം. അവിടെ ഒരു ഇതുണ്ട്, കാണാൻ അറിയോ നമുക്കിത്? ഇവിടെ കാണില്ല. നമുക്ക് കാണാൻ പറ്റും, പൊക്കി കാണിച്ചു തന്നിരുന്ന അവിടെ സ്റ്റാപ്ലർ ഇതൊക്കെയാണ്. ആ സ്റ്റാപ്ലർ കണ്ടതോടു കൂടി ഇന്നുമോള് പറഞ്ഞു വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, മറ്റേ സ്റ്റാപ്ലറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ബാക്ക് ഭാഗം വെച്ചിട്ട് ഞാൻ പഠിച്ചു തരാറുണ്ട്. ആരല്ലേ ഇന്നോ അങ്ങനെയൊക്കെ ലാഭം കുറെ ഇന്നുമോൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഇമ്മ അവിടെ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കാണ്. എന്താ ഉണ്ടാക്കണേ ഇപ്പൊ എന്താ പറഞ്ഞേ? കണ്ടെത്തണ പ്ലാനുകൾ, ഇപ്പച്ചിനായിട്ടുള്ള തിരക്കുണ്ടാക്കുന്ന പ്ലാനുകളാണല്ലേ. പിന്നെ ഞാന് മാച്ച ഇത് ഇട്ടാ കേട്ടോ, നാളെ പഴങ്കഞ്ഞി മതി കേട്ടാ. ഹലോ, വെളിച്ചെണ്ണ ഇപ്പൊ റിച്ചായ ഇപ്പൊ 425 കൊടുത്തുകാണ്ട് അതൊന്ന് കൊണ്ടുവരാൻ നിൽക്കണ്ട നിങ്ങള്. ഇവിടെ എന്താണ് പറഞ്ഞേട്ടാ, വെളിച്ചെണ്ണക്ക് 425 ഒരു ലിറ്ററിന്. എവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇവിടെ ഇന്നമോള് പോയിണ്ട് 425 ലിറ്ററിന്. എന്നിട്ട് ഇമ്മ അത് ഒറ്റടിക്ക് കൊടുന്നോളിന്ന്. റിച്ച് അല്ല, ഈ വെളിച്ചെണ്ണ ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഈ സുബിയാന്റെ ഫുഡ് എന്ന് പറയില്ല, അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി വെളിച്ചെണ്ണ കുറച്ച് ഈ പൊടിക്കൈകളൊക്കെ ഉണ്ട്. വെളിച്ചെണ്ണ ഈ ടൗസർ ഓനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇട്ടാട്ടോ, പിന്നെ ഊരിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞ അല്ല വിജയ, ചെക്കനെ പാവം കുളിക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെ നിങ്ങൾ ഇതേ ടൗസറിനേക്കാളും പോലെ ഹോസ്പിറ്റലിലുള്ള വ്ളോഗിൽ കണ്ടിട്ട് പിന്നെ അവല്ല ബാക്കിയുള്ള രോഗിയായിട്ട് കൺസിഡർ ചെയ്തോളൂ, അയാൾ കാര്യത്തിച്ച് പേടിക്കണ്ട. എന്താ ഒറ്റക്ക് പണിയെടുക്കാൻ പ്രശ്നമുണ്ടോ? മരുമോള് കൊണ്ടുവരണ? ഇത്രയും കാലം ഞാൻ തന്നെ ഇതെല്ലാം മാനേജ് ചെയ്തില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകും. കെട്ടിച്ചൂല, എന്താ ചെയ്യാ.
അങ്ങനെ ചിക്കുവിൻ്റെ ഒരു അന്ത്യാഭിലാഷം തീർന്നിരിക്കുകയാണ്. നീ ചാടില്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ഞാൻ ബ്ലോഗ് വന്നോണ്ടേ ഇമ്മാക്ക് ആലോചിക്കാൻ പറ്റണില്ല. ഇപ്പാനെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെരിയിൽ തിരക്കുണ്ടാക്കാം എന്നുള്ളത് ഇമ്മാക്ക് ആലോചിക്കാൻ കിട്ടണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോ വന്നു കഴിഞ്ഞാൽ ഇപ്പാനായിട്ടുള്ള തിരക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എക്സ്പ്ലനേഷൻ. ഇപ്പാനായിട്ടും ഞാൻ ഇനി തിരക്കുണ്ടാക്കണ്ട. ഇന്ന് വെളിച്ചെണ്ണ 420 കൊണ്ടുവരുന്നത്. വെളിച്ചെണ്ണ 425 ഇപ്പൊ അത് വാങ്ങി. ഇപ്പൊ സത്യം പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞുതരാം. ആ കടക്കാരൻ ഇപ്പാനെ കാണുമ്പോഴേ മൊയിലാളിയല്ല, ഇപ്പാന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ദിവ്യ വെളിച്ചൊക്കെ വരും. എന്നിട്ട് കോടി ജന്മങ്ങളാവും. ഇപ്പൊ മൊയിലാളിയെ വിചാരിച്ചേക്കും അവസ്ഥയാണ്. ഇത് ആലോചിച്ചോക്കെ 400. ഇപ്പൊ ഞാൻ റീലൊക്കെ കാണണ്ടേ 5 ലിറ്റർ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വാങ്ങി ഇതേമാതിരി മറ്റു വീഡിയോസ് കാണുന്നുണ്ട്. അതിന്റെ അടിയിൽ ഇമ്മ റിച്ച് സെറ്റപ്പ് ചെയ്യും. ഇമ്മക്കൊക്കെ റിച്ച് മൈൻഡാണ്. എന്താ ചെയ്യാ വെറിയില് എന്താ ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കണത്. പക്ഷെ മൈൻഡ് റിച്ച് സെറ്റപ്പ്. പുതിയ ഡിഷ് ഇട്ടാക്കിയാണ്ട് ഞങ്ങളാ ഇതാട്ടോ. ഇനി ലാസ്റ്റ് വരാനുള്ളത് ഈ തടിയൊക്കെ ഇതാ. ഈ തടി ഉണ്ടായത് ആ റിച്ച് സെറ്റപ്പില മരിച്ചില്ലേ. എന്താ ചെയ്യ. ഇതൊരു കാറ് വാങ്ങണം ചിക്കോ. ഇജ്ജ് ജോലിയൊക്കെ ആയിട്ട് വാ. എന്താ ആളെത്തി ലിറ്റർ എണ്ണയുമായി ആളെത്തി. സന്തോഷം. ആളെത്തി. ഇനിയിപ്പൊ വന്നിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് വെളിച്ചെണ്ണ അത് അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല. ഇപ്പൊ അവിടെ ഓൾറെഡി കേൾക്കും. ഇന്നുമോളെ ഇപ്പൊ എന്തെങ്കിലും തുറന്നാ തുറന്നാണ്ട് സാധനം ഇട്ടുമ്പാ. ഇപ്പൊ ഒരു നിധി കൊടുത്തുകൂടെ, നിധി അത് ഇട്ടുമ്പാ. എന്തോ കാര്യമായിട്ട് പറഞ്ഞത് ശരിയാ. കൊതി അടിക്കുന്നുണ്ട്. നിധി കിട്ടിയാ മോനെ കണ്ടത് മതിയാ. ഏതുണ്ട് കണ്ടോ ഇതിനെത്ര ഈ ഒരു സാധനത്തിന് ഇതിന് MRP കണ്ടെങ്കിൽ 500 സംതിങ് ആയിട്ട് കിട്ടിയാത്ത. അതിന് കിട്ടിയപ്പോ സന്തോഷം കണ്ടില്ല. എന്റെ മോനെ എന്താലേ 500. ഇപ്പ നിങ്ങളെ വീണ്ടും പറ്റിച്ചോ? ഇതൊക്കെ ഇത് 325 നല്ല തേരിക്കണ്ടേ. ഇപ്പ അയ്യവാ കഴിഞ്ഞു. ഇത് 325 ചെയ്തേക്കണു. ഇപ്പൊ എൻ്റെ അടുത്ത് 425 ഡെലിവറി ചാർജ് ഉണ്ടാ. ഇന്ന് ചായക്കടി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഇനിയുള്ള വെളിച്ചെണ്ണ മാത്രം ഇങ്ങോട്ട് അടുക്കളയിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി സാധനം ഒന്നും എത്തിയിട്ടില്ല. അത് അലീന കൊടുക്കാൻ വെച്ചുകൂടും ഇവിടെ. അതാ ഇവിടെ കൊടുത്ത് വെച്ചുകൂടും. നിങ്ങളൊരു മോളുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല സഹായമായിട്ടുള്ള ഒരു മോള്. അപ്പൊ പിന്നെ അതൊക്കെ അവിടെ എത്തും. മനസ്സിലായില്ലേ? ഇനി കേട്ടോട്ടെ. ഇപ്പൊ വെളിച്ചെണ്ണ 425 രൂപ കൊടുത്തേക്കണം. ഇനിയുള്ള മെയിൻ കാരണം എന്താ കാരണം എനിക്ക് ഇനി കേട്ടോ. ഇനി ഇമ്മ കടി ഉണ്ടാക്കിയില്ലെങ്കിൽ 425 രൂപയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ കൂടെ കൊടുത്തേക്കണം. എന്നിട്ട് എന്താ കടി ഉണ്ടാക്കാത്ത? നീ ഫുൾ കടി ഉണ്ടാക്കാത്തതിന് അത് കേൾക്കേണ്ടി വരും. ഇനി ഡെയിലി ഇങ്ങനെ 425 ഇങ്ങനെ ബന്ധുകൊണ്ടേ ഇരിക്കും. എന്താ ചെയ്യാ ചിക്കോ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ തിന്നെ. ഇമ്മ ഇന്ന് അവിടെ ഒരു സ്കൂൾ ബസ് വലിയ മുട്ടിയതാ പറഞ്ഞു ഞങ്ങള് ആ കയറ്റത്തില്. നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനിമ്മ ഒന്ന് പുറത്തിറങ്ങി. അപ്പൊ അവിടെ കണ്ടെന്നിട്ട് മറ്റേ ഇറക്കത്തിലെ എല്ലാ കുട്ടികളെയും ഇറക്കിക്കാണ്ട് ബസ് കയറ്റിക്കാണ്ട് പിന്നെ പോയത്. എന്താ ചെയ്യാ, ഞങ്ങള് കറണ്ട് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. പാവം ചങ്ങായി.
ഇതെന്തോന്ന് പറയാൻ വന്നില്ലല്ലോ എന്തേലും. ചപ്പാത്തി എടുത്തിട്ടാ ബാക്കി എന്നോട് പറയരുത് കേട്ടോ, എനിക്കറിയില്ല. ആ എന്തോ പറയാൻ ചപ്പാത്തി ഇതിലെത്തമ്മ ചില മോഷ്ടാക്കൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ കറി ഉണ്ടായത് ആ ചുറ്റലില് 4 എണ്ണൊക്കെയാണ് ഈ പോണത്. നിങ്ങളെ വിചാരം ഒന്നേ കൊണ്ടുപോടുന്നല്ലേ, 4 എണ്ണം ചുരുട്ടി കൊണ്ടുപോണത്. ചുരുട്ടുമ്പോ അറിയില്ലല്ലോ, ഒന്ന് കൊണ്ടുപോണ മാതിരിയല്ലേ. എനിക്കെന്താണ്ടി തേങ്ങി. അപ്പൊ ഷുഗർ കട്ടല്ലേ, അന്റെ ഷുഗർ കട്ട് പറഞ്ഞിട്ട് വീഡിയോ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് ഷുഗർ കട്ട് കഴിഞ്ഞു. ഏതാ ചെയ്യാ അവസ്ഥ. ഞാൻ എന്റെ പഞ്ചായത്ത് തിന്നെ പറയില്ലേ. എന്താണ് 5 ചപ്പാത്തി 1 തേങ്ങ 5 അപ്പൊ കറി വേണ്ട എനിക്ക്. ഇല്ല തേങ്ങ കഴിഞ്ഞേക്കണോ? നീ തീയന്മാര് വന്ന് ഇട്ടിട്ട് മഴക്കൊരുക്കത്തെ തേങ്ങ മുഴുവൻ വില കൂടുതലാണ് ഇറങ്ങി ചപ്പാത്തി 2 കാട്ടിക്കാണേ. അപ്പൊ ഇജ്ജ് എത്ര തിന്നോ? അത് നിങ്ങൾക്ക് തേങ്ങ ഇറക്കാല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു മമ്മാക്കും തേങ്ങ ഇറക്കാൻ തേങ്ങ ഇല്ല. ഗ്യാസ് കേറിണ്ടമ്മ. എന്നാ ഗ്യാസ് കേറിണ്ടെങ്കിൽ കുറച്ചേരം ഇറങ്ങാൻ പറയും. ഗ്യാസ് കേറി കാണുമ്പോല തിന്നാൻ പറഞ്ഞു. ഗ്യാസ് കേറി പിന്നെ പോകാൻ കുറച്ച് മുന്നേ രണ്ടും കൂടി ഭയങ്കര ഡിസ്കഷൻ ഉണ്ട്. അതറിഞ്ഞില്ല നിങ്ങള്? രണ്ടും ഒപ്പം ഇരുന്ന് കാണ്ട് ഡ്രീം കേക്ക് അല്ലേ, ആ ഡ്രീം കേക്കിന്റെ ഏറ്റവും വലിയ സാധനം ഓർഡർ ചെയ്യാനുള്ള ഡിസ്കഷൻ. എന്നിട്ടേ ആലിനാക്കത് മാണം. എന്നിട്ട് ചിക്കുനെ കൊണ്ട് വക്കാലത്ത് വരെ വീച്ച് കണ്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചുള്ള പ്ലാനിന് പോയി. MBBS ഹ്യൂമാനിറ്റീസ് എടുത്ത ഇവൻ MBBS കോപ്പറേറ്റ് അടിക്കും സാറടാ. അപ്പൊ എന്റെ കൈയൊക്കെ റെഡി ആയി തുടങ്ങിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും എന്നിൽ നിന്നുള്ള ആ ഒരു സ്നേഹം പോയിട്ടുണ്ട് ഇപ്പൊ. മനസ്സിലായില്ലേ? എന്താ ചെയ്യാ, അങ്ങനെ ഒരു ആശാന് കുപ്പായ കെട്ടു. ആ പിത്തത്തടി ഞാനും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് രസം കണ്ടിട്ടില്ലല്ലോ. ഞാൻ ക്യാമറ ഉണ്ടാവുമ്പോ ഒരു വലിയുണ്ട്, ക്യാമറ എടുക്കുമ്പോ എന്നെ മീനെല്ലാം മുണങ്ങിച്ചിട്ടുണ്ട്. അന്ന് പട്ടിണി കെട്ട് കണ്ട വലിന്റെ അസുഖം. ഇപ്പൊ കുപ്പായിടാൻ നിൽക്കുമ്പോ നമ്മളാ പറയാലോ, ഇത് പറയണില്ലമ്മ. ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കയ്യ് എൽ ഷേപ്പിലേക്കാരം, അത് നോക്കിയാൽ മതി. ഞാൻ എംബ്രാൻ ഫ്രാഞ്ചൈസി അത് ഒന്നിലേക്ക് അത് ഇന്ന് ചിക്കുവിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടമ്മ. ഞാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലുള്ളത്. അപ്പൊ എൽ ഷേപ്പിൽ കണ്ടാല് ഞാൻ ചിക്കുവിന്റെ സ്റ്റാറ്റസ് ഉണ്ട്. മറ്റേ ഓം ബാൻഡേജ് ഇട്ട് കണ്ടു. അപ്പൊ ഓം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ മാതിരി പോയില്ലോ വിചാരിച്ചു, ചങ്ങായിമാരൊപ്പം ട്രിപ്പ്. അപ്പൊ അതിന്റെ അടിയിൽ ആഗസ്റ്റ് 7 അപ്പൊ മെമ്മറീസ് ആണ് സംഗതി. ഇതിന് മുന്നേ പോയതാ. ഇങ്ങോട്ടേക്ക് ഈ പാല് കൊണ്ടുപോണേ. അപ്പൊ മക്കളെ ഇന്നിപ്പോ ഏതായാലും ക്യാമറയിൽ പത്തത് ഓക്കെ ക്യാമറയിൽ ഒന്നുമില്ല. അപ്പൊ ഏതായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വ്ളോഗില് അടുത്തീ കാണാം. എനിക്കൊന്നും തിന്നാൻ കിട്ടൂല അങ്ങനെയാണെങ്കിൽ.